നിങ്ങളുടെ കുട്ടികൾക്ക് ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഡയപ്പർ റാഷസ് കുട്ടികൾക്ക് ഉണ്ടായേക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഡയപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നല്ല ക്വാളിറ്റിയും ഗുണമേന്മയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായിട്ട്, ഇതുപോലെ തുണിയുടെ ഡയപ്പറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നേർന്നതും മൃദുലവുമായ തുണിയാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുപോലെ ഡയപ്പർ ഇട്ട് കഴിഞ്ഞ് കുട്ടി മോഷനോ യൂറിനോ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെയും അത് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഈർപ്പം തങ്ങി നിൽക്കാനും ഫംഗസ് ഗ്രോത്ത് ഉണ്ടാകുകയും കുട്ടികൾക്ക് ഇതുപോലെ ഡയപ്പർ റാഷസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡയപ്പർ ഇട്ടതിന് ശേഷം കുഞ്ഞ് യൂറിനോ മോഷനോ പാസ് ചെയ്തില്ലെങ്കിൽ അതൊരു 4 മണിക്കൂറത്തേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുപോലെ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ കുട്ടികളുടെ പ്രൈവറ്റ് ഏരിയ ക്ലീൻ ആക്കാനായിട്ട് സോഫ്റ്റ് തുണി അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, ആ ഭാഗത്ത് ഉപയോഗിക്കുന്ന സോപ്പ് പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞതാണെന്ന് ഉറപ്പുവരുത്തുക. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം മുഴുവനായിട്ട് ഇതുപോലെ ഡയപ്പർ ഇടാണ്ടിരിക്കുക. പ്രത്യേകിച്ച് തുണിയുടെ ആണെങ്കിലും ഡിസ്പോസിബിൾ ആണെങ്കിലും അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചു നേരമെങ്കിലും, ഒരു നിശ്ചിത സമയമെങ്കിലും കുട്ടികളെ ഫ്രീ ആയിട്ട് വിടാനായിട്ട് ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികൾക്ക് ഓൾറെഡി ഡയപ്പർ റാഷസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡയപ്പർ